ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എജുപോഡ്. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നു ഹീറ്റ് ഇൻ എവരിഡേ ലൈഫ്, താപം നിത്യജീവിതത്തിൽ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ. സോ സമയം വൈകിക്കാതെ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ഈസ് ദ നോർമൽ ഹ്യൂമൻ ബോഡി ടെമ്പറേച്ചർ? മനുഷ്യൻ്റെ സാധാരണ ശരീര താപനില എത്രയാണെന്ന ചോദ്യം. നമുക്കറിയാം മനുഷ്യൻ്റെ സാധാരണ ശരീര താപനില അല്ലെങ്കിൽ ഹ്യൂമൻ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. എത്രയാ? 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പം ഞാനൊരു സംശയം ചോദിക്കട്ടെ. നമുക്ക് പനി വരാറുണ്ട്. അപ്പോൾ നമ്മൾ പനി വന്നു കഴിഞ്ഞാൽ ഡോക്ടർമാർ എന്ത് ചെയ്യാറുണ്ട്? നമ്മളുടെ ശരീര താപനില അല്ലെങ്കിൽ ബോഡി ടെമ്പറേച്ചർ അളക്കാറുണ്ട്. ഏത് ഉപകരണം ഉപയോഗിച്ചുകൊണ്ടാണ് ഡോക്ടർമാർ അല്ലെങ്കിൽ നഴ്സുമാർ നമ്മളുടെ ശരീര താപനില, നമ്മളുടെ ബോഡി ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നത്? നമുക്കറിയാം ഏതാത്? നമ്മൾ ക്ലിനിക്കൽ തെർമോമീറ്റർ ഉപയോഗിച്ചുകൊണ്ടാണ് ശരീര താപനില അളക്കുന്നത് എന്ന് മനസ്സിലാക്കി വെക്കാം. കോൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ ആണ്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ചോദ്യം നോക്കണേ. വിച്ച് ഇൻസ്ട്രുമെന്റ് ഈസ് യൂസ്ഡ് ടു മെഷർ ദ ടെമ്പറേച്ചർ ഇൻ ലബോറട്ടറി? നമ്മൾ ലബോറട്ടറി കണ്ടിട്ടുണ്ടല്ലേ? നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? സ്കൂളുകളിൽ ലാബുകൾ ഉണ്ടാകാം, ചിലപ്പോൾ ലാബുകളില്ലാത്ത സ്കൂളുകൾ ഉണ്ടാകാം. അപ്പോൾ ഈ ലാബിലൊക്കെ പോയി കഴിഞ്ഞാൽ, നിങ്ങൾ വലിയ ക്ലാസ്സുകളിലൊക്കെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അവിടെ നിങ്ങൾ താപനില അളക്കാൻ വേണ്ടി എന്തിൻ്റെ? ശരീരത്തിൻ്റെ ആണോ? അല്ല, പല കെമിക്കലുകളുടെയും പല ടെസ്റ്റ് ട്യൂബുകളിലെടുത്ത പല കെമിക്കലുകളുടെയും ഒക്കെ താപനില അളക്കാൻ വേണ്ടി നിങ്ങൾ അവിടെ ഉപയോഗിക്കുന്ന ഉപകരണത്തിനെ എന്ത് പേരിട്ട് വിളിക്കുന്നു? കൃത്യമായിട്ട് മക്കൾ മനസ്സിലാക്കി വെക്കാം. ലാബുകളിൽ അല്ലെങ്കിൽ ലബോറട്ടറിയിൽ താപനില അളക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന തെർമോമീറ്ററിനെ പേരിട്ട് വിളിച്ചു ലബോറട്ടറി തെർമോമീറ്റർ. എന്താ വിളിച്ചത്? ലബോറട്ടറി തെർമോമീറ്റർ എന്ന് പേരിട്ട് വിളിച്ചു. പേരിൽ തന്നെ കാര്യമുണ്ടല്ലേ? സോ ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം. ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്നത് ലബോറട്ടറി തെർമോമീറ്റർ. എന്തെളുപ്പമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോയിക്കൂടെ? ചോദ്യം ഇതാണ്: ഖരവസ്തുക്കളിൽ നടക്കുന്ന താപപ്രേഷണ രീതി എന്താണ്? നമുക്കറിയാം താപപ്രേഷണം അല്ലെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫർ 3 വിധേനയാണ് നടക്കുന്നത്. ഇവിടെ എന്താ ചോദിച്ചത്? ഖരവസ്തുക്കളിൽ. എന്താ ഖരവസ്തുക്കൾ എന്ന് പറഞ്ഞാൽ? സോളിഡ്സ് ആണല്ലേ. ഈ സോളിഡ്സിൽ അല്ലെങ്കിൽ ഖരവസ്തുക്കളിൽ ഏത് വിധേനയാണ് താപപ്രേഷണം അല്ലെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫർ സംഭവിക്കുന്നത്? നമുക്കറിയാം കണ്ടക്ഷൻ എന്ന് പറഞ്ഞ മെത്തേഡിലൂടെയാണ്. എന്താ കണ്ടക്ഷൻ എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ചാലനം എന്ന് പറഞ്ഞ മെത്തേഡിലൂടെയാണ് ഇവിടെ ഹീറ്റ് ട്രാൻസ്ഫർ അല്ലെങ്കിൽ താപപ്രേഷണം സംഭവിക്കുന്നത്. കോൺസെപ്റ്റ് ക്ലിയർ ആണോ? സെറ്റാണോ? റെഡിയാണോ? നോക്കണേ. ഞാനിവിടെ ഇരുമ്പിൻ്റെ ഒരു ദണ്ട് എടുത്തു, ഇരുമ്പിൻ്റെ ഒരു റോഡ് എടുത്തു. ഈ ഇരുമ്പിൻ്റെ ദണ്ടിൻ്റെ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ റോഡിൻ്റെ ഒരറ്റത്ത് ഞാൻ ചൂടാക്കുകയാണ്. സോ ഒരറ്റത്ത് ഞാനൊരു മെഴുകുതിരി വെച്ച് എന്ത് ചെയ്തു? ചൂടാക്കി കൊടുത്തു. സോ ഈ ഇരുമ്പ് ദണ്ടിൻ്റെ അയൺ റോഡിൻ്റെ ഒരറ്റത്ത് ഞാൻ മെഴുകുതിരിയുടെ തീനാളം വെച്ച് മെഴുകുതിരിയുടെ ഫ്ലെയിം വെച്ച് ചൂടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങേ അറ്റത്തേക്കും ഹീറ്റ് അനുഭവപ്പെടാൻ തുടങ്ങും, ഇങ്ങേ അറ്റത്തേക്കും താപം അനുഭവപ്പെടാൻ തുടങ്ങും. എന്താ അതിൻ്റെ കാരണം? ഇവിടെ താപ കൈമാറ്റം സംഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ താപപ്രേഷണം സംഭവിക്കുന്നു എന്ന് നമുക്ക് പറഞ്ഞു വെക്കാം. സോ ഇവിടെ സോളിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഖരവസ്തുവായിട്ടുള്ള ഈ മെറ്റൽ റോഡിലേക്ക്, ഇവിടെ സോളിഡ് സബ്സ്റ്റൻസ് ആയിട്ടുള്ള ഖരവസ്തുവായിട്ടുള്ള ഈ മെറ്റൽ റോഡിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ സംഭവിച്ചിരിക്കുന്നത് ഏത് മെത്തേഡിലൂടെയാ? അത് കണ്ടക്ഷനിലൂടെയാണ് അല്ലെങ്കിൽ ചാലനത്തിലൂടെയാണ് എന്ന് മനസ്സിലാക്കി വെക്കാം. എളുപ്പമല്ലേ? ഓക്കെ ആണോ? റെഡി ആണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The name given to the flow of heat from one place to another. എന്താ ചോദ്യം? താപം ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്നതിനെ എന്ത് പേരിട്ടാണ് നമ്മൾ വിളിക്കുന്നത്? നമുക്കറിയാം താപം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പ്രവഹിക്കുന്നതിനെ, ഫ്ലോ ചെയ്യുന്നതിനെ നമ്മൾ പേരിട്ട് വിളിച്ചു ഹീറ്റ് ട്രാൻസ്ഫർ. എന്താ വിളിച്ചേ? ഹീറ്റിൻ്റെ ട്രാൻസ്ഫർ ആണ്. എന്താ വിളിച്ചത്? ഹീറ്റ് ട്രാൻസ്ഫർ. മലയാളത്തിൽ എന്താ വിളിക്കുക? ഹീറ്റ് ട്രാൻസ്ഫറിനെ നമ്മൾ മലയാളത്തിൽ പേരിട്ട് വിളിച്ചു താപപ്രേഷണം. താപത്തിൻ്റെ പ്രേഷണമാണ്. സോ താപം ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നതിനെ, പ്രവഹിക്കുന്നതിനെ നമ്മൾ പേരിട്ട് വിളിച്ചത് ഹീറ്റ് ട്രാൻസ്ഫർ അല്ലെങ്കിൽ താപപ്രേഷണം എന്നാണ്. മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ ആണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കൂടെ? ക്വസ്റ്റ്യൻ ഇതാണ്: 3 മെത്തേഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ. നമുക്കറിയാം താപപ്രേഷണം 3 വിധേന നടക്കുന്നുണ്ട്, 3 രീതികളിലൂടെ നടക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ താപപ്രേഷണം നടക്കുന്ന ആ 3 രീതികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു. ഒന്നാമത്തെ മെത്തേഡിനെ അല്ലെങ്കിൽ ഒന്നാമത്തെ വഴിയെ നമ്മൾ പേരിട്ട് വിളിച്ചു കണ്ടക്ഷൻ. എന്താ വിളിച്ചത്? കണ്ടക്ഷൻ എന്ന് പേരിട്ട് വിളിച്ചു. ഈ കണ്ടക്ഷൻ എന്താ മലയാളത്തിൽ വിളിക്കുക? കണ്ടക്ഷനെ നമ്മൾ ചാലനം എന്നാണ് പേരിട്ട് വിളിക്കുന്നത്. സംശയമുണ്ടോ? ഇല്ല. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ രണ്ടാമത്തെ മെത്തേഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫറിനെ, രണ്ടാമത്തെ ടൈപ്പ് ഓഫ് താപപ്രേഷണത്തിനെ നമ്മൾ പേരിട്ട് വിളിച്ചു കൺവെക്ഷൻ. എന്താ പേരിട്ട് വിളിച്ചത്? കൺവെക്ഷൻ എന്ന് പേരിട്ട് വിളിച്ചു. ഓക്കെ ആണോ?
റെഡിയാണ്. ഈ കൺവെക്ഷനെ എന്താ മലയാളത്തിൽ വിളിക്കുക? കൺവെക്ഷനെ നമ്മൾ സംവഹനം എന്ന് പേരിട്ട് വിളിക്കുന്നു. സംശയമുണ്ടോ? ഇല്ല. മൂന്നാമത്തെ മെത്തേഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫറിനെ നമ്മൾ പേരിട്ട് വിളിച്ചു റേഡിയേഷൻ. എന്താ മക്കളെ വിളിച്ചത്? റേഡിയേഷൻ എന്നാണ് പേരിട്ട് വിളിച്ചത്. റേഡിയേഷൻ എന്താ മലയാളത്തിൽ വിളിക്കുക? റേഡിയേഷനെ നമ്മൾ വികിരണം എന്ന് പറയാറുണ്ട്. ഓക്കെ ആണോ? റെഡിയാണ്. സോ നമ്മൾ മനസ്സിലാക്കി വെച്ചു, താപപ്രേഷണം അല്ലെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത് 3 മെത്തേഡുകളിലൂടെയാണ്, അല്ലെങ്കിൽ 3 വഴികളിലൂടെയാണ്. ഒന്നാമത്തെ വഴിയെ നമ്മൾ പേരിട്ട് വിളിച്ചു കണ്ടക്ഷൻ അല്ലെങ്കിൽ ചാലനം. ഈ കണ്ടക്ഷൻ അല്ലെങ്കിൽ ചാലനം എവിടെയാണ് നടക്കുക? സോളിഡ്സിലാണ്, ഖരവസ്തുക്കളിലാണ്. രണ്ടാമത്തെ മെത്തേഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫറിനെ നമ്മൾ കൺവെക്ഷൻ അല്ലെങ്കിൽ സംവഹനം എന്ന് പേരിട്ട് വിളിച്ചു. മൂന്നാമത്തെ മെത്തേഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫറിനെ നമ്മൾ റേഡിയേഷൻ അല്ലെങ്കിൽ വികിരണം എന്ന് വിളിച്ചു. കോൺസെപ്റ്റ് ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? റെഡി ആണെങ്കിൽ, സെറ്റ് ആണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താ ചോദ്യം? എ മെത്തേഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ വിത്തൗട്ട് ദ എയ്ഡ് ഓഫ് എ മീഡിയം. എന്താ ചോദ്യം? മാധ്യമത്തിന്റെ സഹായം കൂടാതെ താപം പ്രസരിക്കുന്ന അല്ലെങ്കിൽ താപം പ്രവഹിക്കുന്ന രീതി ഏതാണ്? നമുക്കറിയാം, താപ കൈമാറ്റം അല്ലെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫർ സംഭവിക്കണമെങ്കിൽ അവിടെ മാധ്യമം വേണമെന്ന് നിർബന്ധമില്ല. മാധ്യമമില്ലാതെയും ഹീറ്റ് ട്രാൻസ്ഫർ അല്ലെങ്കിൽ താപപ്രേഷണം സംഭവിക്കാം. അങ്ങനെയാണെങ്കിൽ മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപപ്രേഷണം അല്ലെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫർ സംഭവിക്കുന്ന ആ മെത്തേഡിനെ എന്ത് പേരിട്ട് വിളിക്കുന്നു? കൃത്യമായിട്ട് മക്കൾ മനസ്സിലാക്കി വെക്കാം. അയാളെ നമ്മൾ റേഡിയേഷൻ എന്നാണ് വിളിക്കുന്നത്. സോ റേഡിയേഷൻ അല്ലെങ്കിൽ വികിരണം എന്ന് പറഞ്ഞ മെത്തേഡിലൂടെ ഹീറ്റ് ട്രാൻസ്ഫർ സംഭവിക്കാൻ അവിടെ ഒരു മാധ്യമത്തിന്റെ ആവശ്യമില്ല. നോക്കണേ, സൂര്യൻ അകലെയാ, വളരെ അകലെ നിൽക്കുന്ന സൂര്യനിൽ നിന്നും താപം നമ്മളുടെ ഭൂമിയിലേക്ക് എത്തുന്നുണ്ട്. പല സ്ഥലങ്ങളിലും എന്തില്ല? മാധ്യമമില്ല. സോ മാധ്യമമില്ലാതെയും സൂര്യനിൽ നിന്നുമുള്ള താപം നമ്മളുടെ ഭൂമിയിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അവിടെ നടക്കുന്ന ഹീറ്റ് ട്രാൻസ്ഫറിനെ നമുക്ക് എന്ത് പേരിട്ട് വിളിക്കാം? ആ മെത്തേഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫറിനെ നമുക്ക് റേഡിയേഷൻ അല്ലെങ്കിൽ വികിരണം എന്ന് പേരിട്ട് വിളിക്കാം. കോൺസെപ്റ്റ് ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? സോ ഇവിടെ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തിരിക്കുന്ന ചോദ്യങ്ങളൊക്കെ വളരെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം, പഠിക്കാം, ഉഷാറായിട്ട് എക്സാം എഴുതാം. ദിസ് ഈസ് അർജുൻ സൈനിങ് ഓഫ്. താങ്ക് യു ഗൈസ്.